Good afternoon. Yes. We use of computers hospital. Good afternoon. Medical equipment and imagine communication to the use of computers for communication amongst healthcare professionals helps the staff make their jobs easier because they are sometimes quite busy. Healthcare staff can communicate in real-time chat on a computer to share information, important information. It is preferable to receive text or post in notes. Okay, healthcare settings computers healthcare professionals in the easiest channel. This chat time explanations on the post or text text post notes information share fast chat explanations busy work schedules വളരെ ബ്രീഫ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് അവരെ സഹായിക്കുന്നത്. ജസ്റ്റ് ചെറിയ മെസ്സേജിലൂടെയോ ടെക്സ്റ്റിലൂടെയോ അല്ലെങ്കിൽ പോസ്റ്റ് നോട്ട്സിലൂടെയൊക്കെ എന്താണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ അതിലൂടെ എന്താണ് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണ് അവിടെ കമ്പ്യൂട്ടേഴ്സ് ഈസി ആക്കി കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയുള്ളൂ സ്റ്റാഫിന് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ടെലിമെഡിസിൻ കേട്ടിട്ടുണ്ടാവും അല്ലെ? ടെലിമെഡിസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ടെലിമെഡിസിൻ? The act of treating patients remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patients and other medical personnel thanks to computers and cell phones. During natural calamities and telemedicine is crucial as well. Okay, എന്താണ് ടെലിമെഡിസിൻ സൗകര്യം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിനാണ് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്? ഏതൊക്കെ പേഷ്യൻസിനാണ്? അങ്ങനെയുള്ള ഏരിയാസിലാണിത്? അതായത് ഡോക്ടേഴ്സിന് പ്രസൻസ് ഇല്ലാതെ രോഗിക്ക് നേരിട്ട് ഹാജരാകാതെ തന്നെ എന്താണ് ഒരു മെഡിക്കേഷൻ സൗകര്യങ്ങൾ ഈസി ആയിട്ട് അവൈലബിൾ ആക്കുന്നത് അല്ലെ? പ്രത്യേകിച്ച് റിമോട്ട് ഏരിയാസിൽ പോലുള്ള പ്രദേശങ്ങൾ അല്ലെ, റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ അല്ലെങ്കിൽ അത്രയും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ബെഡില് അല്ലെങ്കിൽ മറ്റു സഹായങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന പേഷ്യൻസ്, അത്തരം പേഷ്യൻസിനൊക്കെ ടെലിമെഡിസിൻ സൗകര്യങ്ങൾ കൂടുതൽ എന്താണ് ഉപകാരപ്രദമാണ്. അതായത് നമുക്ക് ഡോക്ടേഴ്സിനെ നേരിട്ട് പോയിട്ട് കാണാതെ തന്നെ എന്താണ് ഫോൺ കോൾസിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കോൾസിലൂടെയോ മറ്റ് സംവിധാനങ്ങളിലൂടെ എന്താണ് മെഡിക്കേഷൻസ് ഓർഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ നേരിട്ട് കമ്പ്യൂട്ടേഴ്സിലൂടെ എന്താണ് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണിത് ടെലിമെഡിസിൻ സൗകര്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് പൂർണ്ണമായിട്ടും ഡയറക്റ്റ് ആയിട്ട് തന്നെ സിസ്റ്റത്തിലൂടെ എന്താണ് നമുക്ക് ഡോക്ടേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഈ നാച്ചുറൽ കലാമിറ്റീസ് ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ച സമയത്താണ് ഈ ഒരു ടെലിമെഡിസിൻ സൗകര്യങ്ങൾ കൂടുതൽ അവർക്ക് ഉപയോഗപ്രദമായിരുന്നത് അല്ലെ? അതായത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ വിട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യം നേരിട്ട് പോകാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് ഒറ്റപ്പെട്ട ഏരിയയിൽ ഇങ്ങനെ കഴിയുന്ന അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അതിൽ വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ടെലിമെഡിസിൻ സൗകര്യങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുണ്ട്. ഓക്കെ, യെസ്, മനസ്സിലായോ? ചെയ്തിട്ടുണ്ടോ ടെലിമെഡിസിൻസ് നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ വീഡിയോ കൺസൾട്ടേഷൻസ് ആണത് ശരിക്കും അല്ലെ? വീഡിയോ കൺസൾട്ടേഷൻസിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിലൊക്കെ കൂടിയാണ് നമ്മൾ ഈ ടെലിമെഡിസിൻ സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് റിമോട്ട് ഏരിയാസിലുള്ള പേഷ്യൻസിനാക്കി കൂടുതലത് സഞ്ജീവിനി പോലത്തുള്ള സഞ്ജീവിനി പോലത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ ടെലിമെഡിസിൻ സൗകര്യങ്ങളാണ് അല്ലെ? ഓക്കെ, അതിപ്പോ എല്ലാ മരുന്നുകളും അലോപ്പതി ആയുർവേദം എല്ലാ മരുന്നുകളും ടെലിമെഡിസിൻ സൗകര്യപ്രദം നമുക്ക് ലഭിക്കുന്നതാണ്. യെസ്,
ടെലിമെഡിസിൻ സൗകര്യത്തിനും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് കസ്റ്റമർ സർവീസസിന്. Hospital now use automatic systems like artificial intelligence (AI) to provide regular customer service to the patient, such as payments, making demands, and complaints. Customer service വളരെ ഈസി ആക്കി കൊടുക്കുന്നതിന് കമ്പ്യൂട്ടേഴ്സ് വളരെയധികം സഹായിക്കും. പ്രത്യേകിച്ച് നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റംസ്, പ്രത്യേകിച്ച് AI അസിസ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയാ സിസ്റ്റംസ് ആണ് നമ്മളിപ്പോ കൂടുതലായിട്ട് റെഗുലർലി യൂസ് ചെയ്യുന്നത് അല്ലെ. AI യൂസ് ചെയ്യാറില്ല നമ്മളെല്ലാവരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള റെഗുലർ കസ്റ്റമർ സർവീസസ് ആണ് ഇപ്പൊ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസിന്റെ പേയ്മെന്റ്സുകളും മറ്റു ഡിമാൻഡ്സുകൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഓൺലൈൻ പേയ്മെന്റിന്. Hospitals now make use of online payment portals to help patients to pay their hospital bills online. This decreases the chance of errors and task is performed in less time. നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പേയ്മെന്റ്സുകൾ പേഷ്യന്റ് പോർട്ടൽസിലൂടെ എന്താണ് ബില്ലുകൾ മെഡിക്കൽ ബിൽസുകൾ അടയ്ക്കാനായിട്ടും, അതായത് യാതൊരു വിധത്തിലുള്ള എററുകളും വരാതെ കുറച്ച് സമയത്തിൽ തന്നെ എന്താണ് നമുക്കത് ചെയ്തു തീർക്കാൻ ഓൺലൈനിൽ പേ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നാം പഠിച്ചത് എന്തൊക്കെയാണ്? 10 uses of computers in hospitals ആണ്. അന്ന് എന്താണ് പഠിച്ചത്? നമ്മള് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, മെഡിക്കൽ റിസർച്ചിന് സഹായിക്കുന്നു, ഇൻവെന്ററീസുകൾ പ്രത്യേകിച്ച് മെഡിക്കൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെന്ററീസ് കൈകാര്യം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഡോക്ടേഴ്സിന് സർജൻസിന് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഇമാജിൻ രംഗത്തും കമ്പ്യൂട്ടർ ആണ് അതിനെ അസിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് മെഡിക്കൽ ഇമാജിങ്, അൾട്രാസൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ് പോലുള്ള പ്രക്രിയകളെല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ സ്റ്റാഫുകളുടെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനെ പ്രോപ്പർ ആയിട്ട് ഈസി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നതിനും കമ്പ്യൂട്ടേഴ്സ് സഹായിക്കും. ഓക്കെ, പിന്നെന്താണ് ടെലിമെഡിസിൻ സൗകര്യം. പ്രത്യേകിച്ച് റിമോട്ട് ഏരിയസിലുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിസിക്കലി പ്രസന്റ് ആവാതെ തന്നെ എന്താണ് ഡോക്ടേഴ്സിനെ ഫിസിക്കലി പ്രസന്റ് ചെയ്ത് കാണാതെ തന്നെ എന്താണ് ഓൺലൈനിലൂടെ എന്താണ് മെഡിസിൻസ് സ്വീകരിക്കാനുള്ള ഒരു സൗകര്യം ടെലിമെഡിസിൻ സൗകര്യത്തിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസിലൊക്കെയാണ് ഈ ഒരു ടെലിമെഡിസിൻ സൗകര്യങ്ങൾ കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ എല്ലാത്തരം പേയ്മെന്റ്സും ഡിമാൻഡ്സിനും കംപ്ലൈന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് നല്ലൊരു റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസസ് പ്രത്യേകിച്ച് AI അസിസ്റ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടും നമ്മൾക്ക് സഹായിക്കുന്നു. ദെൻ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാത്തരം പേയ്മെന്റ്സുകൾ ഇറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ പേ ചെയ്യാനായിട്ടും ഓൺലൈൻ പേയ്മെന്റിലൂടെ സഹായിക്കുന്നു. ഓക്കെ, അങ്ങനെ 10 യൂസസ് ആണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ അത്? Then class 1 health information manager. Health information manager അല്ലെങ്കിൽ HIM എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണേ. Health information manager HIM. Organize, oversee and protect patient health information data which include symptoms, diagnosis, medical histories, test result and procedures. അപ്പോൾ ആരാണ് ഈ HIM എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഹെൽത്ത് ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എന്താണ് ആ ഡാറ്റാസ് എല്ലാം തന്നെ, അതായത് പേഷ്യന്റ് ഇൻഫർമേഷൻസിൽ ഉൾപ്പെടുന്ന പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാസ്, സിംറ്റംസ്, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട്, ഇതെല്ലാം തന്നെ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ തന്നെ സെക്യൂർഡ് ആയിട്ട് സംരക്ഷിക്കുന്നതും ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. ഓക്കെ, ദെൻ
The exact job description relies on the professional's job title. However, there are some daily tasks the most health information managers do. Okay. ഇദ്ദേഹത്തിന്റെ എക്സാക്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹെൽത്ത് ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാന്ന് തന്നെയാണ്. അത് മാത്രമല്ല, അല്ലാതെ തന്നെ ഡെയിലി ആ ടാസ്കിൽ അദ്ദേഹം മറ്റു സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ടാസ്കുകളിലൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിനി നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ കൈകാര്യം ചെയ്യുന്നതെന്നാണ് കേട്ടോ. ആദ്യം പറഞ്ഞ പാരഗ്രാഫിൽ മനസ്സിലായോ ആരാണ് HIM എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഓൾ ആസ്പെക്ട്സ് മാനേജ് ചെയ്യുന്നത് ആരാണ്? HIM ആണ് കേട്ടോ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. ഓക്കെ. മാത്രമല്ല പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റകൾ വളരെയധികം സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഓക്കെ. അതിന്റെ അദ്ദേഹത്തിന് മറ്റ് പ്രധാനപ്പെട്ട എക്സ്ട്രാ ഡെയിലി ടാസ്കുകളും ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇതിനെ പഠിക്കുന്നത്. ഓക്കെ. അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫോർമേഷൻ systems and process to ensure the complete and accurate documentation of medical records. എന്താണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? Establish health information systems and process to ensure the complete and accurate documentation of medical records. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ പ്രോസസ്സുകളും കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും ആക്യുറേറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. അതായത് മെഡിക്കൽ രേഖകളുടെ പൂർണ്ണവും ആക്യുറേറ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും തയ്യാറാക്കുന്നതും പ്രോസസ്സിംഗ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. മനസ്സിലായോ ആദ്യത്തെ പോയിന്റ്? Okay. Then work with various medical staff, including nurses and doctors, to enhance the quality and accuracy of patient information. Work with the various medical staff, including nurses and doctors, to enhance the quality and accuracy of patient information. ഇദ്ദേഹം ആരുടെയൊക്കെ കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? ആരുടെയൊക്കെ കൂടിയാണ്? രോഗിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ എന്താണ് പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫുകളുടെയും അല്ലെങ്കിൽ നഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെയും കൂടെ എന്താണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി. അതായത് പേഷ്യൻസിന്റെ ആ ഒരു നിലവാരം നിശ്ചയിക്കുന്നത്, ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, രോഗികളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ടും എന്താണ് ഡോക്ടേഴ്സിന്റെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുടെയും കൂടെ ഒരുമിച്ചാണ് ഇദ്ദേഹം ഒരു കോർപ്പറേഷൻ ആയിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. യെസ്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. ആ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി. അതിനാൽ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകളുടെയും കൂടെ ഒരുമിച്ച് കോപ്പറേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക എന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ. മനസ്സിലായ സെക്കൻഡ് പോയിന്റ്? Okay. Yes. Then third one, code to ensure secure and bug-free system for controlling health information. Code to ensure. Code means or collaborate with the coders to ensure secure and bug-free system for controlling health information. Okay. നമ്മൾ ഓരോ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്തതിന് വേണ്ടിയിട്ട് ചില കോഡുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കോഡുകൾ ഉപയോഗിക്കുന്നത്? കോഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കുറെ കൂടി ഈസി ആക്കാനും സെക്യൂർ ആക്കാനും വേണ്ടിയിട്ടല്ലേ. ഓക്കെ. അപ്പൊ ബഗ് ഫ്രീ സിസ്റ്റം എന്നിവിടെ പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസിന്റെ സ്വകാര്യത നശിപ്പിക്കുന്ന ഇറേഴ്സുകളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതായത് ഓരോ ഹെൽത്ത് ഇൻഫോർമേഷൻസിൽ നിന്നും
അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല രീതിയിൽ, അതിനാണ് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ എന്ത് തയ്യാറാക്കിയിരിക്കുന്നത്, കോഡുകൾ, സെറ്റ് ഓഫ് കോഡുകൾ നൽകി ഓരോ ഹെൽത്ത് ഇൻഫർമേഷൻസും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ കോഡിഫിക്കേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറാണ് കേട്ടോ. ബഗ് ഫ്രീ സിസ്റ്റത്തിൽ നിന്നും അത്തരം ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഓരോ പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസിൽ മറ്റൊരു ട്രാക്കിങ്ങോ മറ്റു ബുദ്ധിമുട്ടുകളോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും വരാതെ തന്നെ എന്താണ് ആ ഹെൽത്ത് ഇൻഫർമേഷൻസിന്റെ സ്വകാര്യത നഷ്ടപ്പെടാത്ത രീതിയിലാണ് അദ്ദേഹം കോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടത് സംരക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് കേട്ടോ. കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊളാബറേറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ്? ബഗ് ഫ്രീ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതിനുള്ള, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ബഗ് ഫ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കോഡുകൾ ഉപയോഗിക്കുന്നത്. കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ കോഡ് ഉപയോഗിച്ച് മാത്രമേ അത് ആൾക്ക്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ കോഡുകളിലൂടെ രൂപീകരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, then make regular audits to ensure the health information department techniques and process comply with the guidelines as well as federal and state laws. Okay, for health information departmentuമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്സും പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന റെഗുലർ ഓഡിറ്റുകൾ. ഓക്കെ, നമ്മൾ റെഗുലർ ആയിട്ട് ഓഡിറ്റ് എടുക്കില്ല. അപ്പൊ അതേപോലെ തന്നെ എന്താണ് ഈ ഒരു മേഖലയിൽ എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ വർക്ക്സുമായി ബന്ധപ്പെട്ട ടെക്നിക്സുമായി പ്രോസസ്സുമായി ബന്ധപ്പെട്ട റെഗുലർ ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ചെക്ക് ചെയ്യുന്നത്? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് ഒക്കെ അനുസരിച്ച് തന്നെയാണോ, അതായത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് തന്നെയാണോ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് അനലൈസ് ചെയ്തിരുന്നതും അതോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. അതായത് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് അനുസരിച്ച് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ, ആ ലോസ് പ്രകാരം തന്നെയാണോ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, യെസ്, അതെല്ലാം തന്നെ. അപ്പൊ ഫെഡറൽ സ്റ്റേറ്റ് ലോസിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണോ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് കേട്ടോ. മനസ്സിലായോ നാലാമത്തെ പോയിന്റ്? യെസ്. Then fifth one, cooperate with the compliance officers that regularly track audits and denial from the third-party auditors and insurance companies and find trends in the data. Cooperate with the compliance officers that regularly track audit and denials from third-party auditors and insurance companies and find trends in the data. ഇവിടെ എന്താ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് കംപ്ലയൻസ് ഓഫീസേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് കംപ്ലയൻസ് ഓഫീസേഴ്സുമായിട്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹം? കംപ്ലയൻസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? കംപ്ലയൻസ് ഓഫീസേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കംപ്ലയൻസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ അതുപോലെ തന്നെ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു അതോറിറ്റിയാണ് കംപ്ലയൻസ് ഓഫീസേഴ്സ്. കംപ്ലയൻസ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ എല്ലാം തന്നെ പ്രധാനമായിട്ടും നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസിൽ നിന്ന്, അതായത് മൂന്നാം കക്ഷി ഓഡിറ്റർമാരിൽ നിന്ന്. തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്താണെന്ന് അറിയാലോ? ഓഡിറ്റ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ളല്ലേ നിങ്ങൾ? ഓഡിറ്റ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ,
ഇപ്പൊ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പുറത്തുള്ളവരല്ലേ, അവരും അതേപോലെ തന്നെ എന്താണ് തേർഡ് പാർട്ടി മൂന്നാം കക്ഷി ഓഡിറ്റേഴ്സ്മാരും അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഓഡിറ്റുകളും അതേപോലെ തന്നെ ഡിനൈൽസിന്റെ നിഷേധങ്ങളും തന്നെ പതിവായിട്ട് ട്രാക്ക് ചെയ്യുന്നതും അതന്നെ ഡാറ്റയിൽ പുതിയ തരം ട്രെൻഡ്സുകൾ കണ്ടെത്തുന്നതും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, മനസ്സിലായി? അതായത് ഒന്നാമത് കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് അതേപോലെ തന്നെ കംപ്ലൈൻസ് ഓഫീസറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് മൂന്നാം കക്ഷി ഓഡിറ്റർമാരിൽ നിന്ന്, അതായത് തേർഡ് പാർട്ടി ഓഡിറ്റർമാരിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഓഡിറ്റുകളും അതേപോലെ തന്നെ ഡിനൈൽസിന്റെ നിഷേധങ്ങളും എല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് പതിവായിട്ട് ട്രാക്ക് ചെയ്യുകയും അതിലെന്തെങ്കിലും തരത്തിൽ പുതിയ ട്രെൻഡ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നതും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ അഞ്ചാമത്തെ പോയിന്റ്? Regularly track, audit and denial from third-party auditors and health information for better utilization process. അപ്പൊ പുതിയ ഡാറ്റ, പുതിയ ട്രെൻഡ്സുകൾ കണ്ടെത്തുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അദ്ദേഹം ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിൽ പുതിയ പ്രവണതകൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പുതിയ ടെക്നിക്സുകൾ, ഓരോ ദിവസവും എന്താണ് പുതിയ ടെക്നിക്സുകൾ, പുതിയ ട്രെൻഡ്സുകൾ അവൈലബിൾ ആയി വരുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതും അത്തരം ട്രെൻഡ്സുകൾ ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ, organize and analyze health information for better utilization process, then improvement preparing reports and research purpose. These are some jobs carried out by health information managers relying on the specific subfield we enter in. We may have more specialized duties. Okay, ആദ്യത്തെ പോയിന്റ് ഒന്ന് നോക്കിയേ, സിക്സ്ത് പോയിന്റിൽ ആദ്യം എടുക്കുന്ന സെന്റൻസ് നോക്കൂ. Organize and analyze health information for better utilization, process, improvement, preparing reports and research purpose. നമ്മുടെ ഈ ഹെൽത്ത് ഇൻഫോർമേഷൻസ് അദ്ദേഹം പ്രധാനമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അതായത് ഹെൽത്ത് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള പ്രോസസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനും മറ്റ് റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് എന്താണ് കൃത്യമായിട്ട് അദ്ദേഹം ഹെൽത്ത് ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം ജോലികൾ കൂടാതെ തന്നെ എന്താണ് അഡീഷണൽ ആയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ സബ് ഫീൽഡ്, സ്പെസിഫിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫീൽഡിൽ മറ്റ് ടാസ്കുകൾ വന്നാലും, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് വന്നാലും അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഹെൽത്ത് ഇൻഫർമേഷൻസ് റിലേറ്റഡ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അതേ ഫീൽഡിൽ തന്നെ സബ് ഫീൽഡിൽ വരുന്ന മറ്റ് ഡ്യൂട്ടീസ് വന്നാൽ, അതായത് മറ്റ് സ്പെഷ്യൽ ഡ്യൂട്ടീസ് വന്നാൽ എന്താണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് മോർ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. There are some jobs carried out by health information managers relying on the specific subfield we enter, and we may have more specialized duties. Okay, മനസ്സിലായോ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്? സബ് ഫീൽഡ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിർദ്ദിഷ്ട മേഖല അല്ലെങ്കിൽ ഉപമേഖലയിൽ, അതായത് അദ്ദേഹത്തിന്റെ ഫീൽഡിന്റെ കീഴിൽ വരുന്ന മറ്റ് വർക്കുകൾ വന്നാലും അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരും. മറ്റ് സ്പെസിഫിക് ടാസ്കുകൾ വന്നാലും എന്താണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. കേൾക്കുന്നില്ലേ? ശ്രദ്ധിക്കാട്ടോ. Establish health information system and process to ensure the complete and accurate documentation for medical records. എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകളുടെ അതായത് മെഡിക്കൽ റെക്കോർഡ് പൂർണ്ണമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കുന്നതിനും ഡോക്യുമെന്റേഷൻസ് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻസ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ ക്വാളിറ്റി, അതല്ലെങ്കിൽ ആ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രോഗിയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫിന്റെ കൂടെ അല്ലെങ്കിൽ നഴ്സും ഡോക്ടേഴ്സിന്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഇനി ഹെൽത്ത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡാറ്റാസുകളും ബഗ് ഫ്രീ സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട്, അതായത് ആ ഒരു ഡാറ്റാസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസിന്റെ സ്വകാര്യത നശിപ്പിക്കാത്ത രീതിയിൽ കോഡുകൾ രൂപീകരിച്ചു കൊണ്ടിട്ടാണ് അദ്ദേഹം
പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതും സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, യെസ്. പിന്നെന്താണ്, റെഗുലർ ആയിട്ട് ഓഡിറ്റ്സുകൾ സംഘടിപ്പിക്കുന്നു. അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ടെക്നിക്സുകളെ കുറിച്ചിട്ടും പ്രോസസ്സിനെ കുറിച്ചിട്ടും എന്താണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസസ് ഒക്കെ പ്രകാരം തന്നെയാണോ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് റെഗുലറിൽ അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, then cooperate with complaints officers that regularly track audits and denial from third-party auditors and insurance companies and find trends in the data. ഇനി കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതായത് മാത്രമല്ല എന്താണ് മൂന്നാം കക്ഷി ഓഡിറ്ററുമായിരുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഓഡിറ്റുകളും മറ്റ് ഡിനൈസുകളും അല്ലെങ്കിൽ നിഷേധങ്ങളൊക്കെ പതിവായിട്ട് ട്രാക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് ഡാറ്റയിലെ പുതിയ ട്രെൻഡ്സുകൾ കണ്ടെത്തുന്നതും ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഇനി ഹെൽത്ത് ഇൻഫർമേഷൻസിന്റെ ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാന ഡ്യൂട്ടിയാണ്. മാത്രമല്ല ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ജോബ്സുകൾ കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ സബ് ഫീൽഡിൽ അല്ലെങ്കിൽ ഉപമേഖലയിൽ അദ്ദേഹത്തിന് മറ്റു ടാസ്കുകൾ വന്നു കഴിഞ്ഞാലോ എന്താണ് അതും കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം വെല്ലിങ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? വർക്ക് ഫ്രീ സിസ്റ്റം എന്താന്ന് ഡൗട്ട് ഉണ്ടോ? വർക്ക് ഫ്രീ സിസ്റ്റം ആരോഗ്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളാണ് അതൊക്കെ. അതിനു വേണ്ടിയാണ് നമ്മൾ കോഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ പിള്ളേരെ? യെസ്, ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. HMS കംപ്ലീറ്റഡ് ആണ്. ഈ ഒരു ഭാഗത്ത് HMSന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് കൂടുതലായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത്. അല്ലാതെ ഡ്യൂട്ടീസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇൻ കേസ് വന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ഇതില് ഈ തേർഡ് പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തിടാം. തേർഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ടിക്ക് ചെയ്തിടാം കേട്ടോ. ഓരോ യൂസസിന്റെ ഹെഡ് പോയിന്റ്സ് പഠിക്കുക. കമ്പ്യൂട്ടേഴ്സിന്റെ ഹെഡ് പോയിന്റ്സ് പഠിക്കുക. RASന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു തന്നിരുന്നു, പഠിക്കണം കേട്ടോ. പിന്നെ എല്ലാ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എക്സ്പാൻഷൻസ് പഠിക്കാം. ഓരോന്നിനും ഓരോരോ 3 പേരുകൾ വെച്ചൊക്കെ ഉണ്ട്. ഓരോ ഇൻഫർമേഷൻ സിസ്റ്റത്തിനും എന്താണ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് 3-4 പേരുകൾ വെച്ച് വരുന്നുണ്ട്. ആ പേരുകൾ കംപ്ലീറ്റ് പഠിച്ചു വെക്കണം. ഏതാണ് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. EHRന്റെ ഫുൾ ഫോം പഠിക്കണം. ഇതിന്റെ കമ്പോണൻസ്, ബെനഫിറ്റ്സ്, പേഷ്യന്റ് പോർട്ടൽ എന്താണ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്താണ്, അതൊക്കെ ഒന്ന് നോക്കാം. കമ്പോണൻസ് ഉണ്ടല്ലേ, നമ്മുടെ HMSന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 11 കമ്പോണൻസ്. വാക്സിനേഷൻ, സപ്പോർട്ടിംഗ് മാനേജ്മെന്റ് വരെ 11 കമ്പോണൻസ്. അതിന്റെ ഹെഡ് പോയിന്റ്സുകൾ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിൽ ആ ലെവൽസ് പഠിക്കണം. പേഷ്യൻസിനെ നമ്മൾ കാറ്റഗറി ചെയ്യുന്ന ലെവൽ 0, ലെവൽ 1, 2, 3 എന്ന് പറയുന്ന ഭാഗങ്ങളില്ലേ, അത് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ആവുന്ന രോഗികൾ ഏതൊക്കെയാണെന്നുള്ള കുറെ കണ്ടീഷൻസ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. അത് നോക്കി വെക്കാം കേട്ടോ പേരുകൾ.
ഇന്റേണൽ ട്രാൻസ്ഫർ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണെന്ന് പഠിക്കണം. അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫറിന്റെ, അത് നോക്കാം. പിന്നെ നിർബന്ധമായിട്ടും എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മോക്ക് ടെസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് വായിക്കാം, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം, എക്സാം എഴുതാം. ഇത്രയും നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ചാപ്റ്റേഴ്സ് വെച്ച് റിവൈസ് ചെയ്ത് തുടങ്ങിയോ നിങ്ങൾ? യെസ്. പിന്നെ നമ്മള് ഡിസ്ചാർജ് പ്രോസസ്സ് ഓർമ്മയുണ്ടോ പഠിച്ചത്? അതിൽ ഡാമ ലാമയുടെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് സമ്മറി. അത് ചോദിക്കുന്നത് ട്രാൻസ്ഫർ പേഷ്യന്റിലാണോ? ഇതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഞാൻ PDF നോക്കാൻ എഡിറ്റ് ചെയ്തോട്ടെ കേട്ടോ. ഡിസാസ്റ്റർ ഞാനല്ലേ നിങ്ങൾക്ക് എടുത്തേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, അതിൽ 3 ഘട്ടങ്ങളും പഠിക്കാം കേട്ടോ. ഡിസാസ്റ്ററിൽ 3 ഘട്ടങ്ങളും പഠിക്കാം. ഇൻസിഡന്റ് സ്റ്റാഫുകള് പഠിക്കണം. ഇൻസിഡന്റ് സ്റ്റാഫുകള് 12 സ്റ്റാഫുകൾ ഉണ്ടത്. ഒരു ഡ്യൂട്ടീസും പേരുകളുണ്ട്, അത് പഠിക്കാം. ഓരോ റെസ്പോൺസ് കോഡും, ഇത്ര കോഡ്സ് എഴുതണ്ട, കോഡും പഠിക്കാം. ഓരോ കളർ കോഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. പിന്നെ എല്ലാവരും കയ്യിൽ ഗൈഡ് ഇല്ല, ഗൈഡ് വാങ്ങിച്ചില്ല എല്ലാവരും. ഓക്കെ, മെയിൻ എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ, ഗൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക മെയിൻ എക്സാമിന്. അതിനാൽ എല്ലാവരോടും ഗൈഡ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, വാങ്ങിയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നോ സാറ്? തുടക്കം ഇൻട്രൊഡക്ഷൻ ക്ലാസ് മുതൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് നമ്മളുടെ ഇന്റർവ്യൂ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് പഠിക്കണം കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നോക്കണം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്, ഡിമോഷൻ, പ്രമോഷൻ, ട്രാൻസ്ഫർ എന്താണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതൊക്കെ ഒന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂവിലെ എല്ലാ ടൈപ്സും, സ്ട്രെസ് ഇന്റർവ്യൂ മുതൽ പാറ്റേൺ ഇന്റർവ്യൂ, നോൺ ഡയറക്റ്റീവ്, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, പാനൽ ബോർഡ് ഇന്റർവ്യൂസ്, സ്ട്രെസ് ഇന്റർവ്യൂസ്, അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെ പേരുകൾ, സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെ പേരുകള് കാണാൻ പറ്റുന്നുണ്ടോ? PDF കാണാമോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് നോക്കാം കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അത്.
സൈക്കോളജിക്കൽ ടെസ്റ്റുകളുടെ പേര് അറിയാലോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഓക്കെ, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്, ഡിസിഷൻ ടെസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു ടെസ്റ്റ് പഠിക്കുന്നുണ്ട് നമ്മള്, ഇൻഡിവിജ്വലും ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ് ടെസ്റ്റുകൾ. ഓക്കെ, ഇതൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു പോയാൽ മതി, തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മള് ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, JD പഠിക്കുന്നില്ലേ? ഓക്കെ, അതൊന്ന് നോക്കണം കേട്ടോ. ഒരു ഓർഗനൈസേഷനിലെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആരാണ്? ആരാണ് ഒരു ഓർഗനൈസേഷനിലെ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്? ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ? ഓക്കെ, ഈ ദൃശ്യം എന്താണ് ചോദിച്ചത്? ഏത് ഭാഗത്തെയാണോ അത്? ഇത് എവിടെന്നായിട്ടാണ് ചോദിക്കുന്നത്? ദൃശ്യം കേൾക്കുന്നുണ്ടോ? ഏത് ഭാഗത്തെ കാര്യമാണ് ചോദിച്ചത്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ സമ്മറി ഓഫ് എ പേഷ്യന്റ് ആണോ, മാനേജ് ഓഫ് എ പേഷ്യന്റ് ആണോ? ഇത് എവിടെ നിന്നാണ് താനൊന്ന് നോക്കിയതെന്ന് പറയോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണെന്ന് മനസ്സിലായി. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ. പേജ് നമ്പർ ഒന്ന് പറയോ? ടെക്സ്റ്റിൽ ഏത് പേജിലാണ്? ടെക്സ്റ്റിലാണ് മനസ്സിലായത്, ഏത് പേജാന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഡെഫിനേഷൻ, പർപ്പസ്, ടൈപ്സ്, ട്രാൻസ്ഫർ വിത്തിൻ ഫെസിലിറ്റി, എക്യുപ്മെന്റ്സ്, ട്രാൻസ്ഫർ ടു എക്സ്റ്റെൻഡ് കെയർ ഫെസിലിറ്റി, key elements, pre-transfer stabilization, mode of transfer. ഏതെങ്കിലും എവിടെയാണത്? ഏതെങ്കിലും ഹെഡ് പോയിന്റ്സിന്റെ കീഴിലുള്ളതാണോ? അങ്ങനെ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ കുട്ടി എവിടെയാ ചോദിക്കുന്നതെന്ന്? തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. വല്ലാത്തൊരു കുഴപ്പിക്കുന്ന ചോദ്യമായിപ്പോലോ. ഇത് ഏത് ഭാഗത്താണെന്നുള്ളത് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം എവിടെന്നാ ചോദിക്കുന്നതെന്ന് മനസ്സിലാവണില്ല. ട്രാൻസ്ഫർ പേഷ്യന്റ് ആണെന്ന് മനസ്സിലായി, ഇതിൽ ഏത് ഹെഡ് പോയിന്റ്സിന്റെ കീഴിലാണ് ഈ ഒരു സെന്റൻസ് വരണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ ചോദിച്ചേ? ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു.
എന്താണെങ്കിലും ദൃശ്യ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഡോക്യുമെന്റേഷൻ ഭാഗമാണോ? അതിലൊന്നും കാണുന്നില്ലടോ. ഡോക്യുമെന്റേഷൻസിൽ ഒന്നും പ്രത്യേകിച്ച് സെന്റൻസ് കാണുന്നില്ല. ആൾക്ക് ഓർമ്മയില്ല എവിടെയാ ചോദിച്ചെന്നുള്ളത്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നൊന്ന് ഇപ്പൊ പറയണേ, ഒന്ന് പത്ത് പേര്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി എന്താന്ന് പഠിക്കണേ. പിന്നെ ഇതില് ഡിസ്ചാർജ് സമ്മറിയുടെ പ്രൊസീജിയേഴ്സിന്റെ പർപ്പസും പോളിസീസ് ഒക്കെ ഒന്ന് നോക്കാം. പിന്നെ എന്താണ് അതിൽ വരുന്നത്? നമ്മൾ 3 ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ഇല്ലേ? അത് ഞാൻ കണ്ടു, ഡോക്യുമെന്റേഷൻസിന് കണ്ടു. പക്ഷെ അയാൾ ചോദിക്കുന്ന വേറെ എന്തോ ആണ്. നോക്കട്ടെ. Survey superior source stages transfer since was negative report patient transfer. ഇതിൽ എവിടെ എന്താ കുഴപ്പമുള്ളത്? ഒത്തന്റിക്കേഷൻ അല്ല അയാൾ ചോദിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ കാണാനില്ല എന്ന് ചോദിച്ചെന്നുള്ളത് കേട്ടോ. ആർക്കും അറിയില്ല, എനിക്ക് നോക്കിയിട്ട് കാണാം ഏത് സെന്റൻസിൽ നിന്നാണ് ചോദിച്ചതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ്സിലെ ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് പഠിക്കണം കേട്ടോ. ഏതൊക്കെ ഡിസ്ചാർജ് ആണ് ടൈപ്സിൽ പഠിച്ചത് നമ്മള്? ടൈപ്പ് ഓഫ് ഡിസ്ചാർജ്, റൂട്ടീൻ ഡിസ്ചാർജ്, AMA ഡിസ്ചാർജ്, പിന്നെന്താണ് ട്രാൻസ്ഫർ ടു അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പിസ്, പാലിറ്റീവ് കെയർ. 4 ടൈപ്സും എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിക്കണം കേട്ടോ. അതേപോലെ തന്നെ AMA ഫോംസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, പിന്നെ ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ടിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പഠിച്ചു തുടങ്ങിക്കോളൂ. എക്സാം ഡേറ്റിൽ കിട്ടിയതല്ലേ? ഫസ്റ്റ് 3 and 4 എക്സാംസ് ആണ്, മൊഡ്യൂൾ എക്സാം ആണ്. 3ഉം 4ഉം മൊഡ്യൂൾസിന്റെ ഒരുമിച്ചുള്ള എക്സാം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ എക്സാംസും ഓരോ മൊഡ്യൂൾസും സെപ്പറേറ്റഡ് ആയിട്ട്. ഓക്കെ, കിട്ടി. എല്ലാവരും മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക. ഗൈഡ് ഉള്ളവർ ഗൈഡ് നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പോ നന്നായിട്ട് എക്സാം എഴുതാം. എല്ലാവിധ ആശംസകളും നേരാണ്. നല്ല ടോപ്പ് പൊസിഷൻസിൽ തന്നെ എത്താൻ പറ്റട്ടെ. ഇത്രയും നാളെ ക്ലാസ്സിൽ സഹായിച്ചതിൽ ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയുന്നു. പിന്നെ എവിടെയെങ്കിലൊക്കെ എപ്പോഴെങ്കിലും കാണാൻ പറ്റും. പിന്നെ കോൺവോക്കേഷൻ എല്ലാവരും നിർബന്ധമായിട്ട് വരാം കേട്ടോ. നിങ്ങളുടെ ഒരു ഡേ ആണല്ലോ, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്ന ദിവസം എല്ലാവരും എത്തിച്ചേരാൻ പറ്റുന്ന പോലെ എത്താട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. കാണുമ്പോ സംസാരിക്കാൻ താല്പര്യം നേരിട്ട് വരാം. കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല നിങ്ങൾ ആരാണ്, പേരെന്താന്ന് അറിയില്ല. അപ്പൊ നമ്മളൊന്ന് സംസാരിക്കണം കേട്ടോ. ഇപ്പൊ എല്ലാവരും പറ്റുന്ന പോലെ കോൺവോക്കേഷൻ എത്താൻ നോക്കാം. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഇങ്ങോട്ട് തേടി വരണമെന്നില്ല, അങ്ങോട്ട് തേടി പോകേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാല്
അത് സ്വീകരിക്കുക. ഒരിക്കലും അവസരങ്ങൾ വരുമ്പോൾ തട്ടിത്തെറിപ്പിച്ച് കളയരുത്. ജോലിയായിട്ടോ എന്ത് സംബന്ധമായിട്ട് വന്നാലും എന്താണ് ആക്സെപ്റ്റ് ചെയ്യാം. എല്ലാവിധ ആശംസകളും നേരിടും. ലൈഫിൽ എന്നും വിജയങ്ങൾ മാത്രം ഉണ്ടാവട്ടെ. എവിടെയെങ്കിലും ഇഷ്യൂ കാണാം. എല്ലാവരും നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാം, പഠിക്കാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ. വരണോട്ടോ നിങ്ങള് കോൺവെക്കേഷന. ഓക്കെ, നാളെയും കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് ക്ലാസ്. ജോബ് സാറിന്റെ ആണോ? ഓക്കെ, എനിക്ക് ഇന്നും കൂടെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. Yes.